First of all, we would like to welcome the Honorable Chief Guest of the day, Mr. Sajan Pallurthi. Welcome, sir. We would like to welcome Father Binu. A heartfelt welcome to Father Jensen. We would like to welcome Father Varghese. Welcome, dear Father Anthony. അടുത്തതായി നമ്മുടെ റിജു അച്ഛനെ വെൽക്കം ചെയ്യാം. A graceful welcome to Father Robin. We would also like to welcome all the other priests who are present here. Thank you for your presence. We also welcome all the brothers and the nuns who have gathered here. Last but not the least, എല്ലാ trustees name, parishioners name, ഞങ്ങളുടെ well-wishers name, സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. As always, നമ്മുടെ spirit of unity uphold ചെയ്തുകൊണ്ട് ഈ പെരുന്നാളും നമുക്ക് കളറാക്കണ്ടേ? Let there be light, and there was light, said God the Father at the beginning of creation. Light became a pathway and witness for everything. സർവശക്തന്റെ അനുഗ്രഹത്തിനായി യാചിച്ചുകൊണ്ട് നമുക്ക് ലൈറ്റിംഗ് ഓഫ് ദ ലാംപ് സെറമണിയിലേക്ക് പ്രവേശിക്കാം. അതിനായി നമ്മുടെ ചീഫ് ഗസ്റ്റ് സാജൻ പല്ലുർത്തി, ഫാദർ ആന്റണി, ഫാദർ ജെൻസൻ, ഫാദർ വർഗീസ്, ഫാദർ റിജു, ഫാദർ റോബിൻ എന്നിവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഫാദർ ബിനുവിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. റിജു അച്ഛനെ 2 വാക്ക് പറയുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സോറി, ബിനു അച്ഛനെ 2 വാക്ക് പറയാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പേര് മാറിപ്പോയതാണ്, സാരമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി അവർ ലേഡി ഓഫ് സോറോസ് ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അച്ഛന്മാരിവിടെ, ഒത്തിരി അച്ഛന്മാരിവിടെ ഉണ്ട്. എല്ലാ അച്ഛന്മാരെയും ഒത്തിരി സ്നേഹത്തോടെ, പ്രത്യേകിച്ച് ഫാദർ ജോർജ് വള്ളിയാന്തടം MSFS അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഈ തിരുനാൾ കൂടുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടു കൂടി. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ പഴയ ഇടവക്കാർക്കൊക്കെ അറിയായിരിക്കും അച്ഛനെ. അച്ഛൻ നമ്മുടെ അവർ ലേഡി ഓഫ് സോറോസ് ചർച്ചിൽ നമ്മുടെ SFS പള്ളിയായിരുന്നപ്പോൾ അവിടെ കുർബാനയിൽ എനിക്കൊന്ന് അസിസ്റ്റന്റ് പാരിഷ് പ്രീസ്റ്റായിരുന്നു ഫോർ 1 year or 2 years. Few months at least father was assistant parish priest, so we are very happy that father is here with us.
So, hearty welcome to all of you once again. All the priests here, Father Jensen, the provincial of Laslate is here, and all the fathers and sisters from different houses, and the parishioners, and moreover, all those who have come from different other parishes. So, hearty welcome to all of you, and have a wonderful evening with us. Thank you for joining us in this feast, and you are also welcome tomorrow to be part of our feast celebration. Hearty welcome. Thank you. I invite Reverend Father Binu, our superior of Marmiafan community and the principal of St. Francis de Sales College, Tebagudi, to wish us happy feast. പ്രിയ സാജൻ സർ, ഞങ്ങളുടെ മുഖ്യ അതിഥി, പ്രിയ റിജുവച്ച, റോബിനച്ച, ജൻസനച്ച, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിന്ന്. നമ്മുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കെട്ടുറപ്പും ദൃഢതയും നമുക്ക് മനസ്സിലാകുന്നത് പ്രത്യേകമായിട്ട് കഷ്ടതകളുടെ സമയത്തും പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്തും അവരെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെയായിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ്. ഇന്ന് നമ്മൾ സഹനങ്ങളിലൂടെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിനു വേണ്ടി തൻ്റെ ജീവൻ മാറ്റിവെക്കുകയും ചെയ്ത 3 വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും അൽഫോൻസാമയുടെയും തിരുനാൾ. 3 വ്യക്തികളും വ്യത്യസ്തമായ രീതിയിൽ, പക്ഷേ 3 പേരും സഹനങ്ങളിലൂടെ തൻ്റെ ജീവിതം ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് തൻ്റെ വിശ്വാസവും സ്നേഹവും കെട്ടുറപ്പുള്ളതാണ്, ദൃഢതയുള്ളതാണെന്ന് ലോകത്തെ കാണിച്ച 3 വ്യക്തികളാണ്. ആ വ്യക്തികളെ അനുകരിക്കുകയും ആ വ്യക്തികളിൽ നിന്ന് നമ്മൾ പ്രചോദനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷമാണ് ഈ തിരുനാൾ. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് ഈ ഇടവക സമൂഹത്തിന്, റിജുവച്ചനും റോബിനച്ചനും എല്ലാ ഇടവക ജനങ്ങൾക്കും തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് MSFS അച്ഛന്മാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഇടവകയുടെ ആരംഭം മുതൽ ഒരു കെട്ടുറപ്പുള്ള വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും കെട്ടുറപ്പുള്ള ഒരു സമൂഹമാണിത്. സന്തോഷ നിമിഷങ്ങളിൽ മാത്രമല്ല, പ്രതിഘട്ടങ്ങളിലും വിഷമം നിറഞ്ഞ സമയങ്ങളിലും ഒരുമിച്ച് നിന്ന് ഒരു കൂട്ടായ്മയായിട്ട്, ഒരു സമൂഹമായിട്ട് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നൊരു സമൂഹമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 വിശുദ്ധന്മാരും നമുക്ക് നല്ലൊരു ഉദാഹരണമാണ് അനുകരിക്കാൻ വേണ്ടി. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹവും നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഈ ഇടവകയോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെയും ഇന്നത്തെ ആഘോഷങ്ങളുടെയും എല്ലാ മംഗളങ്ങളും നേരുന്നു. My dear fathers, sisters, brothers, my dear parishioners, all of us are here celebrating this beautiful feast of 3 great saints, Mother Mary, Saint Sebastian, and Saint Alphonsa. The 3 saints show us something very special. The strength of a person, the stability of a person, the solidity of a person in the faith and in love is proven, is shown when times are tough, when life is hard. Mother Mary, Saint Sebastian, and Saint Alphonsa have shown us that they were solid people in the midst of sufferings. They did not waver. They did not run away. They stayed strong in their love for the Lord, in their commitment to their mission, in their commitment to the community. This parish community, Our Lady of Sorrows Parish, is a community that has been strong in faith, strong in being a community together. I would like to once again congratulate all of you, along with Father Riju, Father Robin. We have 2 wonderful leaders
beautiful examples, always with the parish community in the beautiful times, happy times, but also in the difficult times. So all of us, MSFS fathers, in a very special way, we are quite aware of the strength of this parish, and we want to thank you for all the beautiful things happening, the latest thing being construction of the parish church, and we wish you all the best and happy feast to all of you. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും. ഇന്നത്തെ ഈ സായാഹ്നം എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സായാഹ്നമാകട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. താങ്ക് യു.